ഹായ് നമസ്കാരം. നമ്മൾ ചെന്നൈ എഗ്മോറിൽ നിന്ന് പോണ്ടിച്ചേരിക്കുള്ള യാത്രയിലാണ്. നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്രയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് എഗ്മോർ മാർഷൽ റോഡിൽ നിന്നാണ്. ചെന്നൈയിലെ മഴയുടെ ആരംഭം ഡിസംബർ മാസത്തിലാണ് സാധാരണയായി ഉണ്ടാവാറുള്ളത്. കുറഞ്ഞ അളവിൽ മഴ പെയ്യുമ്പോൾ തന്നെ സിറ്റിക്കുള്ളിൽ മിക്കയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെടും. രാവിലെ ഞാൻ ചായ കുടിക്കാൻ റോഡിൽ ഇറങ്ങിയപ്പോൾ മിക്ക സ്ട്രീറ്റും വെള്ളത്തിലായിരുന്നു. ആളുകൾ മോട്ടോർ വെച്ച് വെള്ളം കാവയിലേക്ക് ഒഴുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന സമയം രാവിലെ 9 മണിയാണ്. രാവിലെ നല്ല മഴയാണ് പെയ്യുന്നത്. പോണ്ടിച്ചേരിയിലെത്തിയാൽ നമ്മൾ അവിടെയുള്ള പ്രധാന ടൂറിസ്റ്റ് പ്ലേസുകൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഇതുപോലെയുള്ള മഴയാണ് എങ്കിൽ നമുക്ക് ആ ഒരു പ്ലാൻ മാറ്റി വയ്ക്കേണ്ടി വരും. 5ഓളം സ്ഥലങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. നമ്മൾ യാത്ര ചെയ്യുന്നത് മൗണ്ട് റോഡ് LIC വഴി ബീച്ച് റോഡിലേക്കാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മൗണ്ട് റോഡിലൂടെയാണ്. ആ കാണുന്നത് LICയുടെ ബിൽഡിംഗ് ആണ്. ഇനി നമ്മൾ ബീച്ചിലേക്കാണ് എത്തിച്ചേരുക. ഇവിടെ നിന്നും ചെന്നൈ സെൻട്രലിലേക്ക് 2.6 കിലോമീറ്ററും മറീന ബീച്ചിലേക്ക് 2 കിലോമീറ്ററും എഗ്മോറിലേക്ക് 2.5 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. സെൻട്രലിലേക്കും എഗ്മോറിലേക്കും ഏകദേശം തുല്യ ദൂരമാണ് മൗണ്ട് റോഡ് ജംഗ്ഷനിൽ നിന്ന്. നമ്മൾ മുൻപിൽ കാണുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ചേപ്പാക്കം സ്റ്റേഡിയം വഴിയാണ്. നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്നത് ചേപ്പാക്കമാണ്. നമ്മളെ സൈഡിൽ കാണുന്നതാണ് ചേപ്പാക്കം സ്റ്റേഡിയം. നമ്മൾ ബീച്ചിലെത്തിച്ചേർന്നു. ഇനി നമ്മൾ ബീച്ചിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പ്രസിഡൻസി കോളേജിൻ്റെ മുൻവശത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇപ്പോഴും നമ്മൾ പോകുന്നത് മറീന ബീച്ചിലൂടെയാണ്. നമ്മൾ ഈ കാണുന്നത് ചെന്നൈ ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മറീന ബീച്ചും ചെന്നൈ നഗരവും എല്ലാം ഇതിൻ്റെ മുകളിൽ നിന്നൊരു പ്രത്യേക ഭംഗിയോടെ നമുക്ക് കാണാം. ഒരു ഹെലികാം ഉപയോഗിച്ച് നമ്മൾ ചെന്നൈ നഗരം കാണുന്ന അതേ വ്യൂവിൽ നമുക്ക് ഇതിൽ നിന്നും ചെന്നൈ നഗരം കാണാൻ കഴിയും. അതുപോലെ ബീച്ചിൻ്റെ കാഴ്ചകളും. നമ്മൾ ബീച്ചിന് തൊട്ട് അരികിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബീച്ചിൻ്റെ ഏരിയ മുഴുവൻ വെള്ളത്തിലാണ്. മണൽത്തിട്ടകളുള്ള സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുകയാണ്. ചെറിയ കടകൾ അതുപോലെ ഉന്തുവണ്ടികളെല്ലാം വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ മണലിന് മുകളിൽ ഇങ്ങനെ വെള്ളം കെട്ടി കാണാറില്ല. അപ്പം ഇവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകതയാവും ഇങ്ങനെ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പടിനപ്പാക്കം എന്ന ഏരിയയിലാണ്. അപ്പോൾ നിറയെ മത്സ്യങ്ങൾ വിൽക്കുന്ന കടകളാണ്. നല്ല മഴയാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്. 1 കിലോമീറ്ററോളം ദൂരത്തിൽ നമുക്ക് മീൻ കടകൾ കാണാം. ഇവിടെ ബീച്ചിന് തൊട്ടടുത്ത് കൂടിയാണ് നമ്മൾ പോകുന്നത്. റോഡിൽ മിക്കയിടത്തും ഇതുപോലെ വെള്ളക്കെട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് അടയാർ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെയാണ്. പോണ്ടിച്ചേരിയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് തിരുവാമ്പിയൂരിലൂടെയാണ്. നമ്മളിപ്പോൾ ECR റോഡിലാണ് എത്തിയിരിക്കുന്നത്. ഈ കാണുന്നത് BGPയുടെ ഗോൾഡൻ ബീച്ച് റിസോർട്ടാണ്. കുറച്ചുകൂടി മുൻപോട്ടേക്ക് നമ്മൾ പോകുമ്പോൾ BGPയുടെ അമ്യൂസ്മെൻറ്റ് പാർക്ക് കാണാം. യൂണിവേഴ്സൽ കിങ്ഡം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ BGPയുടെ ഈ ഒരു യൂണിവേഴ്സൽ കിങ്ഡത്തിൻ്റെ വീഡിയോ തനിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേ കാര്യമായിട്ട് മഴയൊന്നുമില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന ഈ ഒരു റോഡിൻ്റെ നടുവിലായിട്ട് നിറയെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പൂവുള്ളതും ഇല്ലാത്തതുമായ ചെടികൾ നമുക്ക് കാണാം. വളരെ ഭംഗിയുള്ള ഒരു റോഡാണ് ഈ ഒരു ബീച്ച് റോഡ്. അപ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുന്ന റോഡിന് ECR റോഡ് എന്നാണ് പറയുക. ഈസ്റ്റ് കോസ്റ്റ് റോഡ്. നല്ല ഭംഗിയുള്ള നല്ല പോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റോഡാണിത്.
ഇവിടെ നിന്നും പോണ്ടിച്ചേരിക്ക് 129 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ ഒരു ടോൾ ബൂത്ത് ഉണ്ട്. നമ്മൾ ടോൾ ബൂത്തിലെത്തി. ഇത് MGMന്റെ അമ്യൂസ്മെന്റ് പാർക്കാണ്. മുട്ടുകാട് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇവിടെ ഒരു ബോട്ട് ഹൗസ് ഉണ്ട്, മുട്ടുകാട് ബോട്ട് ഹൗസ്. അപ്പൊ നമ്മൾ ഈ ഒരു മുട്ടുകാട് എത്തുമ്പോൾ നമുക്ക് 2 സ്ഥലം സന്ദർശിക്കാം. ഒന്ന് മുട്ടുകാട് ബോട്ട് ഹൗസും മറ്റേത് MGMന്റെ അമ്യൂസ്മെന്റ് പാർക്കും. നമ്മൾ ഈ കാണുന്നതാണ് മുട്ടുകാട് ബോട്ട് ഹൗസിന്റെ എൻട്രി. നമ്മൾ മുട്ടുകാട് ലേക്കിന് മുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ലേക്കിലൂടെയാണ് നമ്മൾ ബോട്ടിംഗ് നടത്തുക. ലെഫ്റ്റ് സൈഡിലായി നമ്മൾ ഈ കാണുന്നതാണ് മുട്ടുകാട് ലേക്ക്. ഈ ലേക്കിന് തൊട്ട് അപ്പുറത്താണ് ബോട്ട് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. മഹാബലിപുരത്തേക്ക് ഇവിടെ നിന്നും 20 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് കൂടി പോയാൽ ചെന്നൈയിലെ കോവളം ബീച്ചിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ഈ കാണുന്ന റോഡിന് തൊട്ട് അപ്പുറത്തായിട്ട് കടലാണ്. മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അതിനുശേഷം നമ്മൾ കാണുന്നത് ചെന്നൈയിലെ ക്രോക്കഡൈൽ ബാങ്കാണ്. വ്യത്യസ്ത ഇനത്തിലുള്ള മുതലകളെ വളർത്തുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ തനിയെ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ക്രോക്കഡൈൽ ബാങ്ക് സന്ദർശിച്ച് അവിടെ ഉള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തത്. ഇവിടെ നിന്നും മഹാബലിപുരത്തേക്ക് 11 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ കാണുന്നത് കടലാണ്. ഏകദേശം ഒരു 250 മീറ്റർ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ റോഡും കടലും തമ്മിൽ. നമ്മൾ പോണ വഴിയിൽ കടൽ ജലം ശുദ്ധീകരിക്കുന്ന ഒരു പ്ലാന്റ് കണ്ടു. കുടിക്കാനുള്ള വെള്ളത്തിനായിട്ടാണ് ഇങ്ങനെ ഇവർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാടെല്ലാം ആകുമ്പോൾ അവർക്ക് ശുദ്ധജലത്തിനുള്ള കുറച്ച് ലഭ്യതക്കുറവുള്ളതിനാൽ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വരുന്നത് നല്ലതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ മഹാബലിപുരം എത്തി. ഈ കാണുന്നതാണ് മഹാബലിപുരത്തിൻ്റെ എൻട്രൻസ് എന്ന് നമുക്ക് പറയാം. 1 കിലോമീറ്റർ കൂടി മുൻപോട്ടേക്ക് പോയാൽ മഹാബലിപുരം എത്തിച്ചേരും. മഹാബലിപുരത്തിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്നും ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട് ഇനി പോണ്ടിച്ചേരിക്ക്. അപ്പം നമ്മൾ ചെന്നൈയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിലെത്തിയപ്പോൾ മഴയൊന്നുമില്ല. പോണ്ടിച്ചേരിയിൽ ഇതുപോലെയാണ് എങ്കിൽ നമുക്ക് കൂടുതൽ സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കാം. അങ്ങനെ നമ്മൾ കൽപ്പാക്ക വന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ പോണ വഴിയിലെ കാഴ്ചയാണിത്. 2 ഭാഗത്തും തണൽ മരങ്ങളാണ്. തണൽ വിരിച്ച് അതിനുള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നല്ല തണുപ്പും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. മിക്ക റോഡുകളും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആശിച്ചു പോകും. ഈ സ്ഥലത്ത് കൂടി യാത്ര ചെയ്യുമ്പോൾ അത്രയ്ക്ക് തണുപ്പാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കടലിൻ്റെ സൈഡിലൂടെയുള്ള നല്ല ചൂടുള്ള സ്ഥലത്ത് കൂടെ വന്നിട്ട് ഈ ഒരു തണലിലേക്ക് നമ്മൾ എത്തുമ്പോൾ പ്രത്യേകിച്ച് നല്ലൊരു ആശ്വാസം കിട്ടും നമുക്ക്. നമ്മൾ പോണ വഴിയിലെ ഒരു വലിയ ലേക്കാണിത്. വലിയ ലേക്ക് ആണെങ്കിലും ഇതിന് ആഴം കുറവാണ്. തുരുത്ത് പോലുള്ള കുറേ സ്ഥലങ്ങൾ കാണാം. കുറേ പക്ഷികളെയും നമുക്ക് ഈ ഒരു ലേക്കിൽ കാണാം. ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ ടൗണാണിത്. അപ്പം നമ്മൾ സ്വന്തം വാഹനത്തിൽ വരുവാണെങ്കിൽ എന്തെങ്കിലും പെട്രോൾ അടിക്കണമെങ്കിലോ അല്ലെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഇത്തരത്തിലുള്ളൊരു സ്ഥലമുള്ളത് നല്ലതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് അടയാച്ചേരി എന്നാണ്. ഈ ഒരു യാത്രയിൽ കുറേ ദൂരത്തിൽ നമുക്ക് കടകളൊന്നും ഇല്ലായിരുന്നു. അപ്പം കുറേ ദൂരത്തിന് ശേഷം നമുക്ക് ഈ ഒരു അടയാച്ചേരി എന്ന സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നത്.
നല്ല ഭംഗിയുള്ള നാട്ടിൻപുറം പോലുള്ള ഒരു സ്ഥലമെത്തി. ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് കേരളം പോലെ തോന്നും. പാടവും പശുക്കളും തെങ്ങും എല്ലാം നിറഞ്ഞ സ്ഥലം. ഒരു പാലക്കാടൻ ഗ്രാമത്തിൻ്റെ ഭംഗിയാണ്. പാടത്തിൻ്റെ കരയിലായിട്ട് നമുക്ക് പനയെല്ലാം കാണാം. അപ്പം ഇവിടെ പാടവും അതിൻ്റെ കരയിൽ പനകളും മനോഹരമായ കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. നമുക്ക് പോണ വഴിയിൽ സന്ദർശിക്കാൻ പറ്റിയ മറ്റൊരു സ്ഥലമാണ് റെയിൻ ഡ്രോപ്പ് ബോട്ട് ഹൗസ്. അപ്പോൾ കൽപ്പാക്കം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ടേക്ക് പോയാൽ നമുക്ക് റോഡ് സൈഡിലായിട്ട് തന്നെ ഈ ഒരു സ്ഥലം കാണാം. മനോഹരമായ കാഴ്ചയാണ് പോണ വഴിയിൽ. കേരളത്തിലെ ഏതോ ഒരു നാട്ടിൻപുറത്ത് എത്തിയതുപോലെ തോന്നും നമുക്ക്. 55 കിലോമീറ്ററാണ് ഇവിടെ നിന്നും പോണ്ടിച്ചേരിക്ക് ദൂരം വരുന്നത്. അപ്പം നമ്മൾ തമിഴ്നാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നൊരു ഫീലിംഗ് ഇല്ലാതെ ഒരു കേരളത്തിനുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോണ്ടിച്ചേരി നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാണുന്നത് ഉപ്പുപാടമാണ്. ഒരു വലിയ സ്ഥലം മുഴുവൻ ഉപ്പുപാടമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് പോണ്ടിച്ചേരിയുടെ എൻട്രൻസ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ നമ്മൾ പോണ്ടിച്ചേരിയിൽ എൻ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുവാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ നിന്ന് പോണ്ടിച്ചേരിക്ക് 12 കിലോമീറ്റർ ആണുള്ളത്. നമ്മൾ പോണ്ടിച്ചേരി പോണ വഴിയിലുള്ളൊരു ബീച്ചാണ്. അപ്പം റോഡ് കുറച്ച് മോശമാണെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് കാണുമ്പോൾ മനോഹരമായിട്ടുള്ള ബീച്ചാണ്. അപ്പോൾ നമ്മൾ ആ ബീച്ചിനടുത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പം നമ്മൾ പോണ വഴിയിൽ ഒരു ബീച്ചാണ്. കൂടുതലായിട്ടൊന്നും കാണാനില്ല, പക്ഷേ ബൊമ്മിയൂർപ്പാളയം ബീച്ച് എന്ന് പറയും. അപ്പോൾ ഇവിടെ നിറയെ കടകളുണ്ട്, ഒരു 10ഓളം കടകളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫിഷ് ഫ്രൈ എല്ലാം കിട്ടും, അതുപോലെ സ്നാക്സ് എല്ലാം കിട്ടുന്ന കുറേ കടകളുണ്ട്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ECR റോഡിൽ നിന്ന് തൊട്ടടുത്തായിട്ട് തന്നെയുള്ള സ്ഥലമാണ് ബൊമ്മിയൂർപ്പാളയം. ഈ ബീച്ചിൽ നമുക്ക് സ്നാക്സ് കിടക്കുന്ന കടകളാട്ടോ ഇതെല്ലാം. അപ്പം ഇവിടെ പൈനാപ്പിൾ അതുപോലുള്ള ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ആണ് മെയിൻ ഐറ്റം കേട്ടോ ഇവിടെയൊക്കെ. നമ്മൾ ബീച്ചിൻ്റെ പലയിടങ്ങളിൽ ഈ പുലിമുട്ടെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കടൽ കാഴ്ചയെല്ലാം നല്ല സുഖകരമായിട്ട് കാണാൻ പറ്റും. അതുപോലെ ബീച്ച് നല്ല വൃത്തിയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ, നല്ല വൃത്തിയുള്ള ബീച്ചാണ്. ഇപ്പോൾ ഏകദേശം ഉച്ചയാണ് സമയം. വൈകിട്ടുള്ള അസ്തമനമെല്ലാം കാണാൻ നല്ല സ്ഥലമായിരിക്കും. ബീച്ചിൻ്റെ എൻഡിലായിട്ട് നമുക്ക് അങ്ങ് എൻഡിലേക്ക് നമുക്കൊരു അമ്പലം എല്ലാം കാണാം. അതുപോലെ ഇപ്പോൾ ഉച്ചയായിട്ടും അത്യാവശ്യം ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. വൈകിട്ടെല്ലാം നല്ല തിരക്കുണ്ടെന്നാണ് ഇവിടുന്ന് കടക്കാരെല്ലാം നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചെന്നൈ ടു പോണ്ടിച്ചേരി യാത്രയിൽ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു ബീച്ചാണ് ഇത്. ഇവിടെ എൻട്രി ഫീ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ വണ്ടിക്ക് വാഹനം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കൊരു 10 രൂപ കൊടുത്താൽ വാഹനം പാർക്ക് ചെയ്യാം. പിന്നെ സ്നാക്സ് എല്ലാം കഴിക്കാനും അതുപോലെ ചെറിയ ചെറിയ കടകൾ നിറയുണ്ട്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ ഒരു വലിയ യാത്രയിൽ. അങ്ങനെ നമ്മൾ പോണ്ടിച്ചേരി ബൈപ്പാസിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ പോണ്ടിച്ചേരി ടൗണിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മളിപ്പം പോകുന്നത് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിലേക്കാണ്. അപ്പം
അപ്പോൾ നമ്മൾ ഏകദേശം പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡ് എത്താറായി. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡ്. ചെന്നൈക്കും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾ ഇവിടെ നിന്ന് ലഭിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് മാഹിയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് ബസ് ലഭ്യമാണ്. ചെന്നൈ മുതൽ പോണ്ടിച്ചേരി വരെയുള്ള യാത്രയുടെ അവസാനത്തിൽ നമ്മൾ പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ. Pebbles Malayalam.